കഥയുടെ തുടക്കത്തിൽ തന്നെ ഫിസ എന്ന കലാകാരിയുടെ സർഗ്ഗലോകവും ഭർത്താവായ ഹാഫിസിന്റെ പ്രായോഗിക ലോകവും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രകടമാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് മഞ്ഞയും പച്ചയും കലർന്ന വിസ്മയങ്ങൾ ക്യാൻവാസിൽ തീർക്കുന്ന ഫിസയുടെ ഏകാഗ്രതയെ ഹാഫിസ് തന്റെ പരിഹാസം കൊണ്ട് മുറിപ്പെടുത്തുന്നു. 4-5 വരെയും കുറിയും എന്ന് അവളുടെ കലയെ നിസ്സാരവൽക്കരിക്കുമ്പോൾ അവിടെ ഒരു കലാകാരിയുടെ ആത്മാഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. തന്റെ കലയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളോട് തർക്കിക്കാതെ നിശബ്ദത പാലിക്കുന്ന ഫിസയുടെ ഈ മൗനം ഹാഫിസിനെ തോൽപ്പിക്കുന്നുണ്ടെങ്കിലും അത് അവൾ അനുഭവിക്കുന്ന തീക്ഷ്ണമായ ആന്തരിക സംഘർഷത്തിന്റെ പ്രതിഫലനമാണ്. ഫിസയുടെ സ്വഭാവത്തിലെ സവിശേഷതയാണ് ഇവിടെ കാണുന്നത്. വീട്ടിലെ മറ്റുള്ളവർ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റുപോയി തന്റെ നോട്ടുബുക്കിൽ ചിലത് കുറിച്ചിടുന്ന അവൾ തനിക്ക് ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്ന് സ്വന്തം സർഗ്ഗലോകത്തേക്ക് ഓടിയൊളിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് അവളോടുള്ള അകൽച്ചയായി തോന്നുന്നു. കലയുമായി ബന്ധപ്പെട്ട ആ നിമിഷങ്ങൾക്ക് ശേഷം അവൾ അനുഭവിക്കുന്ന സന്തോഷം ഹാഫീസിന് അന്യമാണ്. ഉമ്മയാകട്ടെ കലയല്ല, അടുക്കളയിലെ പണിയാണ് ഒരു കുടുംബിനിക്ക് കൂടുതൽ പ്രധാനം എന്ന് പറയുന്നു. കുടുംബവ്യവസ്ഥയിൽ സ്ത്രീയുടെ പങ്ക് അടുക്കളയിൽ മാത്രമാണെന്ന യാഥാസ്ഥിതിക ബോധമാണ് ഹാഫിസിന്റെ ഉമ്മയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫിസയുടെ വരകളെ പെയിന്റടി എന്ന് വിശേഷിപ്പിച്ച് പുച്ഛിക്കുന്ന ഉമ്മ അടുപ്പത്തെ പണി പഠിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ എന്ന ഫിസയുടെ മറുപടി അവൾ ഒരു നല്ല കുടുംബിനിയാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ വീട്ടുപണി ഒരു കടൽ പോലെയാണെന്നും അതൊരിക്കലും അവസാനിക്കില്ലെന്നും ഉമ്മ പറയുന്നതിലൂടെ സ്ത്രീയുടെ സമയം പൂർണ്ണമായും അടുക്കളയിൽ ഹോമിക്കപ്പെടണം എന്ന കർക്കശമായ നിയമമാണ് അവിടെ വെളിപ്പെടുന്നത്. അവളുടെ സർദ്ദിശേഷിയെ പരിഹസിക്കുന്ന ഉമ്മയുടെ ക്രൂരതയ്ക്കു മുന്നിൽ ഹാഫിസ് നിസ്സംഗനായിരിക്കുന്നത് ഫിസയെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ അവൾ നേടിയ അംഗീകാരങ്ങളൊന്നും ആ വീട്ടിൽ വിലമതിക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവ് വായനക്കാരിലും വേദനയുണ്ടാക്കുന്നു. വിവാഹശേഷമുള്ള നീണ്ട കാലയളവിൽ ഫിസ വരയ്ക്കുന്നത് നിർത്തുന്നു. അവൾ എല്ലാം മറന്നുപോയിരിക്കുമെന്ന് ഹാഫീസ് കരുതിയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ ബ്രഷ് കയ്യിലെടുക്കുന്നു. ഫിസ വീണ്ടും വരയ്ക്കാൻ തുടങ്ങുന്നത് ഹാഫീസിൽ അസഹ്യതയുണ്ടാക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ ബ്രഷ് കയ്യിലെടുക്കുമ്പോൾ കലയുടെ അഗ്നി ചാരം മൂടിക്കിടന്നാലും അത് കെട്ടുപോകില്ല എന്ന സത്യമാണ് അതിലൂടെ തെളിയുന്നത്. ഫിസ വീണ്ടും വരയ്ക്കാൻ തുടങ്ങുന്നത് ഹാഫീസിൽ അസഹ്യതയുണ്ടാക്കുന്നു. അവളുടെ ഓരോ ബ്രഷ് ചലനവും അയാളെ അലോസരപ്പെടുത്തുന്നു. അവൾ തന്നെ ശ്രദ്ധിക്കാതെ വരയിൽ മുഴുകുന്നത് ഹാഫീസിന്റെ പുരുഷാഹന്തയെ വീണ്ടും മുറിപ്പെടുത്തുന്നു. ഫിസയുമായുള്ള കല്യാണമുറപ്പിക്കാൻ അവളുടെ വീട്ടിൽ പോയ കാര്യം അയാൾ ഓർക്കുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ താൻ വര നിർത്തുകയില്ല എന്ന് അന്നേ ഫിസ ഉപ്പയോട് പറഞ്ഞിരുന്നു. അവളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ പഴയ അന്തരീക്ഷവും ഇപ്പോഴത്തെ വീടും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ്. ഹാഫിസിന്റെ ഉപ്പ അന്ന് നൽകിയ അശ്രദ്ധമായ അനുവാദം ഇന്ന് ഫിസയുടെ ജീവിതത്തിൽ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളായി അവശേഷിക്കുന്നു. പഴയ വീട്ടിലെ കോലായിച്ചുമരിൽ നിറഞ്ഞ അവളുടെ ചിത്രങ്ങൾ അവൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകങ്ങളായിരുന്നു. ഫിസ എന്ന തന്റെ പേരിന് അവൾ നൽകുന്ന മൂടൽമഞ്ഞ് എന്ന അർത്ഥം വളരെ പ്രതീകാത്മകമാണ്. മൂടൽമഞ്ഞ് സുന്ദരവും നിഗൂഢവുമാണ്. അതിനുള്ളിലെ കാഴ്ചകൾ കാണാൻ അതിന്റെ ഉള്ളോകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. തന്റെ ഭാര്യയുടെ താൽപ്പര്യങ്ങൾ മറ്റേതോ ലോകത്താണെന്ന തിരിച്ചറിവ് അയാളെ വിസ്മയിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നു. ഹാഫിസിന്റെയും ഫിസയുടെയും താൽപ്പര്യങ്ങൾ 2 ദിശയിലാണ്. റബ്ബറിന്റെയും സ്വർണത്തിന്റെയും വില, സിനിമ, ഭക്ഷണം എന്നിവയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഹാഫിസിന് കവിതയും ചിത്രങ്ങളും അന്യമാണ്. തന്റെ ഭാര്യ ഒരു സാധാരണ പെൺകുട്ടിയായിരിക്കണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ഫിസയുടെ കഴിവിനെക്കുറിച്ച് അറിയാവുന്ന സുഹൃത്തിനെ കാണുന്നതോടെ ഹാഫിസിന്റെ അസ്വസ്ഥത കൂടുന്നു. ഫിസ ഒരു ചിത്രപ്രതിഭയായിരുന്നു എന്ന സുഹൃത്തിന്റെ വാക്കുകൾ ഹാഫിസിനെ വല്ലാതെ പൊള്ളിക്കുന്നു. ദൈവം തൊട്ട കൈവിരലുകൾ എന്ന വിശേഷണം കേൾക്കുമ്പോൾ അയാൾക്ക് അഭിമാനത്തിന് പകരം നീറ്റലാണ് അനുഭവപ്പെടുന്നത്. തന്റെ നിയന്ത്രണത്തിലുള്ള ഭാര്യ തന്നേക്കാൾ ഉയർന്ന നിലവാരമുള്ള കലാകാരിയാണെന്ന തിരിച്ചറിവ് ഹാഫിസിന്റെ പുരുഷാഹന്തയെ മുറിപ്പെടുത്തുന്നു. തന്റെ മൂക്കുകയറിൽപ്പെട്ട കലാകാരിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അയാളിൽ അനുഭവപ്പെടുന്ന പുകച്ചിൽ പുരുഷാധിപത്യത്തിന്റെ അസ്വസ്ഥതയെ കൃത്യമായി വരച്ചുകാട്ടുന്നു. ഫിസയുടെ ആന്തരിക ലോകം മനസ്സിലാക്കാൻ ഹാഫിസിന് കഴിയുന്നില്ല. ഹാഫിസ് അനുഭവിക്കുന്ന അപകർഷതാബോധം അയാളുടെ പ്രായോഗിക ലോകവും ഫിസയുടെ കലാപ്രപഞ്ചവും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. ചിത്രം വരയ്ക്കാൻ ഓരോ തവണ ഫിസ ശ്രമിക്കുമ്പോഴും ഹാഫിസ് ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അസ്വസ്ഥനായ അയാൾ പത്രം വായിച്ച്
തന്റെ ചിന്തകളെ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മനസ്സു നിറയെ ഫിസയുടെ ചിത്രങ്ങളും അവ നൽകുന്ന അസ്വസ്ഥതയും മാത്രമായിരുന്നു. ഫിസയുടെ ചിത്രപ്രദർശനം നടത്താനുള്ള മറ്റുള്ളവരുടെ താൽപര്യത്തെ ഹാഫിസ് കർക്കശമായി തടയുന്നു. ഒരു പണ്ടാരവും വേണ്ട എന്ന അയാളുടെ ആക്രോശം ഫിസയുടെ സർഗ്ഗജീവിതത്തിന് മേലുള്ള വിലക്കാണ്. അവളുടെ വിരലുകൾ ദൈവം തൊട്ടവയാണെന്ന് ഹാഫിസ് ഓർക്കുമ്പോഴും ആ വിരലുകളെ തളയ്ക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഫിസയുടെ നിശബ്ദതയെ അഹങ്കാരമായി അയാൾ തെറ്റിദ്ധരിക്കുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ അവൾ ആഗ്രഹിച്ച പ്രകാശത്തിനു മുന്നിൽ ഹാഫിസ് ഒരു മതിൽക്കെട്ടായി മാറുന്ന വൈകാരിക മുഹൂർത്തമാണിത്. ഹാഫിസിന്റെ അസഹിഷ്ണുത അക്രമാസക്തമായി മാറുന്ന കാഴ്ചയാണ് പിന്നെ നാം കാണുന്നത്. അവളോട് ചായ ചോദിച്ചിട്ടും പ്രതികരിക്കാത്തതിൽ രോഷാകുലനായി അയാൾ അവളുടെ ബ്രഷ് ഒരൊറ്റത്തട്ടിന് തെറിപ്പിച്ചു കളയുന്നു. ക്യാൻവാസിലെ മനോഹരമായ കാടിന്റെ പച്ചപ്പിൽ ചേർച്ചയില്ലാത്ത നിറങ്ങൾ പടരുന്നത് ഫിസയുടെ സ്വപ്നങ്ങളുടെ തകർച്ചയെയാണ് പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത്. ഒരു കലാകാരിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണിത്. അവിടെ ഫിസ അനുഭവിക്കുന്ന വേദന നിശബ്ദമെങ്കിലും അത്യന്തം തീക്ഷ്ണമാണ്. കഥയുടെ അന്ത്യം അതിതീവ്രമായ വൈകാരിക അനുഭവം നൽകുന്നു. ഹാഫിസ് ചെയ്ത ക്രൂരതയ്ക്ക് ശേഷവും അയാൾക്കിഷ്ടപ്പെട്ട പത്തിരിയും പാലും ഒരുക്കിവെക്കുന്ന ഫിസ ഒരു സാധാരണ കുടുംബിനിയുടെ കടമകൾ നിറവേറ്റുകയാണ്. എന്നാൽ ചായ പകരവേ അവളുടെ കൈവിരലുകളിൽ ബാക്കിയായ മഞ്ഞച്ചായം കണ്ണീരോടെ കഴുകിക്കളയുമ്പോൾ അവിടെ ഒരു കലാകാരിയുടെ വലിയൊരു വിങ്ങൽ വായനക്കാരന് അനുഭവപ്പെടുന്നു. ആ വിരലുകളിൽ പറ്റിപ്പിടിച്ച അപൂർണമായ ചിത്രം അവളുടെ ജീവിതം പോലെ തന്നെ അപൂർണമായി അവശേഷിക്കുന്നു. ആ നിശബ്ദമായ കരച്ചിൽ ഒരു വ്യവസ്ഥിതിയോടുള്ള അവളുടെ വേദന നിറഞ്ഞ പ്രതിഷേധം കൂടിയാണ്.